ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ രാജ്യം മുഴുവൻ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒത്തുകൂടി നടത്തുന്ന പ്രതിഷേധം എന്തുകൊണ്ടാണ്? എന്താണ് അവരുടെ ആവശ്യങ്ങൾ? എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടിയത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യയിലെ വിവിധ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG 2026മായി ബന്ധപ്പെട്ട പേപ്പർ ചോർച്ച ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിന് കാരണം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വർഷങ്ങളോളം കഠിനമായി പഠിച്ച ശേഷമാണ് ഈ പരീക്ഷകൾ എഴുതുന്നത്. എന്നാൽ പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും നിരാശയും വർദ്ധിച്ചു. ആരാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്? CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന പ്രസ്ഥാനമാണ് ആദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ആരംഭിച്ച ഈ പ്രസ്ഥാനം പിന്നീട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒരുമിപ്പിച്ചു. ഇവരാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദർ ഈ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറി. എന്താണ് ഇവരുടെ ആവശ്യങ്ങൾ? പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്: പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ, പരീക്ഷാ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം, പരീക്ഷാ വിവാദങ്ങളുടെ ആഘാതം നേരിട്ട വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കണം, വിദ്യാഭ്യാസ സംവിധാനത്തിൽ കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്വവും വേണം. ആരാണ് സോനം വാങ്ചുക്? എന്താണ് ഇദ്ദേഹത്തിൻ്റെ പങ്ക്? ലഡാക്കിലെ വിദ്യാഭ്യാസ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തനമായ സോനം വാങ്ചുക് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ജന്തർ മന്ദറിൽ നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം സമരത്തിന് കൂടുതൽ ദേശീയ ശ്രദ്ധ ലഭിക്കാൻ കാരണമായി. ഡൽഹിയിൽ ആരംഭിച്ച ഈ പ്രതിഷേധം ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ, വിവിധ സംഘടനകൾ എന്നിവ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തി. വിഷയത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രതിഷേധം തുടരും. അവസാനമായി ഞാനും ചോദിക്കട്ടെ, യുവാക്കൾ മോദിക്കെതിരാണ്, കർഷകർ മോദിക്കെതിരാണ്, ദളിതർ മോദിക്കെതിരാണ്, ആദിവാസികളെതിരാണ്, OBC മോദിക്കെതിരാണ്, ന്യൂനപക്ഷങ്ങൾ മോദിക്കെതിരാണ്. പിന്നെ മോദിക്ക് വോട്ട് ചെയ്യുന്നത് ആരാണ്? ഇതിനെതിരെ എത്രത്തോളം നടപടികൾ ഉണ്ടാകുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കാം.